എന്റെ പേര് പറയട്ടെ എന്നാ ലിങ്ക് ആക്കിയാ മതിടാ. ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ഒരാളുടെ നമ്പർ ഇട്ടാൽ മതി, എന്നിട്ട് അതിലേക്ക് എല്ലാവരും കൂടെ സെൻഡ് ചെയ്താൽ മതി. നമ്പർ ആരെങ്കിലും ഇടും. നോക്കിയോട്ടെ, ഞാൻ ഇടുന്നുണ്ടേ. ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിങ്ക് എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. എന്റെ പേര് അല്ലമീൻ കേട്ടോ. ഹലോ, നമ്പർ ഒന്നും ഇടൂ. എന്റെ നമ്പറാണോ? ഹലോ, ഞാനൊരു ലിങ്ക് ഇട്ടേക്കുന്ന കാണാമല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞില്ലേ എല്ലാവരും ഡിസ്കഷൻ ഒക്കെ? ഹലോ, എന്റെ പേര് വാഹിദ. വാഹിദാണോ? വാഹിദ. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്കറിയാം, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കോ? ഇതിനെന്തെങ്കിലും ചോദിക്കുമ്പോ എന്തെങ്കിലും പറയാൻ പറയുമ്പോ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ക്ലാസ് എടുക്കാൻ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. ദീപു, കിരൺ മ്യൂട്ട് ചെയ്യോ? ദീപു, ഓക്കെ. ഇപ്പൊ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നതാ അല്ലേ, എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാം? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി, വാർഡ്, ഒരാള് വാർഡ്, ICU, ലബോറട്ടറി, ICU, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഫാർമസി, പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അതില്ല, ഫാർമസി എന്നുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ മാം. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. Hospital pharmacy is one of the most important departments among several departments of a hospital. നമുക്കറിയാം ഹോസ്പിറ്റലില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ എന്തോരം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, അതിന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്
pharmacy. Hello? ദീപു മൈക്ക് മ്യൂട്ട് ആക്ക്. Next, hospital pharmacy is defined as that department of the hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging, and distribution of drugs. Hospital pharmacy. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇതിന്റെ ഒന്ന് ഇത് വേറെ ഉറങ്ങിയാണോ? സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും, അതായത് മെഡിസിൻസ് ആയാലും എന്തുണ്ട്? സ്റ്റോറേജ് ഉണ്ട്. അത് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിങ് ഉണ്ട്. അതേപോലെ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അത് പാക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള കാര്യങ്ങള്. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തുണ്ട്? മരുന്നുകളുടെ കോമ്പൗണ്ടിങ് ഉണ്ട്, സ്റ്റോറേജിങ് ഉണ്ട്, മാനുഫാക്ചറിങ്. ഇപ്പൊ നമുക്ക് ചില ഹോസ്പിറ്റലില് മെഡിസിൻസിന്റെ മാനുഫാക്ചറിങ് ഉണ്ടാവും, നിർമ്മാണം കൂടി ഉണ്ടാവും അവർക്ക്. അതാണ് മാനുഫാക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവര് ടെസ്റ്റിംഗ് ഉണ്ടാവും, പിന്നെ പാക്കേജിങ് ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. വരുന്ന രോഗികൾക്ക് ഔട്ട് പേഷ്യന്റിനും അതായത് അവിടെ അഡ്മിറ്റ് ആയ ഇൻപേഷ്യന്റിനും ഒക്കെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ? ഡിസ്പെൻസിങ് എന്താ? ഡിസ്പെൻസ് ചെയ്യാം ആവശ്യമില്ലാത്ത മരുന്നുകള്. ഇപ്പൊ ചില മരുന്നുകൾക്ക് ഡേറ്റ് ഒക്കെ കഴിയൂലേ? ഡേറ്റ് ഒക്കെ കഴിയണ മരുന്നുകൾ അവര് ഡിസ്പെൻസ് ചെയ്ത് കളയില്ലേ, നശിപ്പിച്ച് കളയില്ലേ? ഓക്കെ മാം. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈകാര്യം ചെയ്യല്, പ്രൊക്യൂർമെന്റ്, മരുന്നുകള് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയണം. ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കേണ്ടത്, പിന്നെ നമ്മുടെ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ മരുന്നുകൾ കൊണ്ടുവരും. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രൊക്യൂർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞില്ലേ, ചില ഹോസ്പിറ്റലുകളിൽ മെഡിസിൻസ് അവർ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താ കോമ്പൗണ്ട് മരുന്നുകളുടെ അതിലുള്ള കെമിക്കൽസ് ശരിയായ രീതിയിൽ കോമ്പൗണ്ട് ചെയ്യണം, മിക്സ് ചെയ്യാന്നൊക്കെ പറയില്ലേ? ഹലോ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, ക്ലിയർ. യെസ് മാം. അടുത്തത്, ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. ഇപ്പൊ നമുക്കറിയാം ചില വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട്, ഫാർമസി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? എഡ്യൂക്കേഷൻ. പിന്നെ ചില ഹോസ്പിറ്റലുകളില് മെഡിസിൻസ് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ നിർമ്മിക്കുന്നത് തന്നെ പെട്ടെന്ന് അവരെങ്കിലും ഒരു മെഡിസിൻ നിർമ്മിക്കുമോ? അവരെന്തായിരിക്കും റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഇന്ന രോഗത്തിന് ഇന്ന മെഡിസിൻ ഉപയോഗിക്കാം എന്ന് അവര് കണ്ടുപിടിക്കുന്നത്. അതാണ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. ഫാർമസ്യൂട്ടിക്കൽ സർവീസിന് ആവശ്യമായ എഡ്യൂക്കേഷനും റിസർച്ചും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. മനസ്സിലായോ അത്? ഹലോ. യെസ് മാം. ഓക്കെ മാം. യെസ് മാം. Next, a hospital pharmacy is governed by a professionally efficient and a qualified pharmacist. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകള് അവരെങ്ങനെയുള്ളതായിരിക്കും? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കും. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും പിടിച്ച് നമ്മ ഫാർമസിയിൽ കൊണ്ടുവന്ന് നിർത്തോ? ഇല്ലല്ലോ. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ആളുകളെ മാത്രമായിരിക്കും നമ്മ എന്ത് ചെയ്യാം, ആ ഫാർമസിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. ഓക്കെ.
ഓക്കെ, ഇനി അടുത്തത് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിംഗ്, quality testing, storing and security of the drugs and medicines in a hospital. ഈ ഹോസ്പിറ്റലിലെ ഈ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്? ഈ ഓർഡർ ചെയ്യണം. ഇപ്പൊ ഓരോ മരുന്നുകൾ തീരാറായി, അതല്ലെങ്കിൽ പുതിയ മരുന്നുകൾ വേണം എന്നുള്ളതൊക്കെ ആ ഫാർമസിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റിനല്ലേ അറിയാൻ പറ്റുള്ളൂ. അവര് ആവശ്യമായ മരുന്നുകൾ ഓർഡർ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാ? ക്വാളിറ്റി ടെസ്റ്റിംഗ്, അതായത് നല്ല മരുന്നുകളാണ്, നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ സ്റ്റോർ ചെയ്യാം, നല്ല രീതിയിൽ തന്നെ മരുന്നുകൾ സ്റ്റോർ ചെയ്യണം. മരുന്നുകൾ അവിടെ മരിച്ചു വാരിയിടാൻ പറ്റുമോ? ഇല്ലല്ലോ, സ്റ്റോർ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാ? സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ്, ശരിയായ സെക്യൂരിറ്റി നൽകുക. ചില മെഡിസിൻസ് എന്ത് ചെയ്യാം, ചില മറ്റേ ഇൻസുലിന് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? ഓരോ മരുന്നിനും അതിന്റെ സെക്യൂരിറ്റി നൽകുക. അതൊക്കെ ഈ ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. പിന്നെ they must also make sure and adequate supply of medicines. ഇനി അതുകൂടാതെ എന്ത് അവര് ഉറപ്പുവരുത്തണം? ആവശ്യത്തിന് മരുന്ന് അവർക്ക് ലഭ്യമാണെന്നും ഈ ഫാർമസിസ്റ്റുകൾ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറയോ? ആദ്യത്തെ പോയിന്റ് ഒന്ന് ആരെങ്കിലും വായിച്ചൊന്ന് പറഞ്ഞേ. എല്ലാവരും ഉറങ്ങിയാൻ തോന്നണം ഈ സമയത്തായിട്ട്. Hospital pharmacy is one of the most important departments among several departments of a hospital. ഒരു ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫാർമസി എന്ന് പറയുന്നത്. സെവറൽ പാർട്സ്, അതായത് വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. Hospital pharmacy is defined as the department of the hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. ഒരു ഫാർമസിയിൽ വിവിധ തരത്തിലായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു മെഡിസിൻ ഹാൻഡിൽ ചെയ്യാനുള്ള, അതായത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ, സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. മാനുഫാക്ചറിങ്, അതായത് ഡേറ്റ് എക്സ്പയറിംഗ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാറ്റി വെക്കാനായിട്ടുള്ള നിർമ്മാണം. അങ്ങനെയുള്ള അതാണ് ഡിസ്പെൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡ്രഗ്സ്, പാക്കിങ് ചെയ്യുന്നതിന്റെ ഒരു ഇതുണ്ടായിരിക്കണം. പിന്നെ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കണം. ഒരു മിനിറ്റ് കേട്ടോ. ആതിര എന്താ കേൾക്കുന്നില്ല? ആതിര കേൾക്കുന്നുണ്ടോ? ആതിര കേൾക്കുന്നില്ല എന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. വായിച്ചു. It is also related to education and research pharmaceutical service. Hospital pharmacist is governed by a professionally efficient and a qualified pharmacist. അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിനെയാണ് നമുക്കൊരു ഫാർമസിയിലായിട്ട് ആവശ്യമായിട്ടുള്ളത്. Hospital pharmacists are accountable for the ordering, quality testing, storing and security of the drugs and medicines in hospital. അതായത് ഒരു ഫാർമസിയിൽ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെഡിസിനെ പറ്റി, അതായത് ഒരു മെഡിസിൻ തീരുവാണെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവണം. പിന്നെ അതിന്റെ ക്വാളിറ്റി നോക്കണം, ഒരു മെഡിസിന്റെ ക്വാളിറ്റി നോക്കണം. അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നോക്കണം. അതിന്റെ സെക്യൂരിറ്റി എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യം നോക്കിയിരിക്കണം. മനസ്സിലായോ? എല്ലാം കേൾക്കുന്നുണ്ടോ? കുറെ പേര് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. കേൾക്കുന്നുണ്ട് മാം. കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചില ഹോസ്പിറ്റലുകളിൽ എന്താണ് മരുന്നുകൾ നിർമ്മാണം ഉണ്ടാവും. അപ്പൊ അതെന്താണ്, അതിനാവശ്യമായ കെമിക്കൽസ് ശരിയായ രീതിയിൽ അവര് ഓരോ മരുന്നിനും ഓരോ അളവുകളില്ലേ, കെമിക്കല് കോമ്പൗണ്ട് ചെയ്യാം. പ്രൊപ്പോർഷൻസ് ഉണ്ടാവില്ലേ, ഇന്ന കെമിക്കൽ ഇത്ര വേണം, ഇന്നത് ഇത്ര വേണം എന്നുള്ളത് കോമ്പൗണ്ട് ചെയ്യാം. ഓക്കെ മാം.
നെക്സ്റ്റ് എടുക്കാലോ. Yes, ma'am. Yes, ma'am. ഓക്കെ നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്താ? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാല് ഈ ഫാർമസി കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പ്രൊവിഷനിങ്, പർച്ചേസിങ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ലഭ്യത, പിന്നെ പർച്ചേസിങ്, റിസീവിങ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയുണ്ട്? മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം, പർച്ചേസ് ചെയ്യണം. മരുന്നുകൾ കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവര് ഏത് സപ്ലയേഴ്സിൽ നിന്നാണോ മേടിക്കുന്നത് അവർക്ക് വിളിച്ച് പർച്ചേസ് ചെയ്യണം. പിന്നെ എന്താ? പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? അത് റിസീവ് ചെയ്യ വേണ്ടേ? റിസീവിങ്, പിന്നെ ഇൻസ്പെക്ഷൻ, പിന്നെ ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ ഒന്നുകൂടി പറയണേ. റിസീവിങ്, പർച്ചേസിങ്, പ്രൊവിഷനിങ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിലെന്തെങ്കിലും ഉണ്ടോ ക്ലിയർ ആവാത്തെ? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. ഇപ്പൊ നമുക്ക് മരുന്ന് തരുന്ന സപ്ലയേഴ്സ് അവരെന്താണ്? വിശ്വാസയോഗ്യരായിരിക്കണം. ഇപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ സപ്ലയേഴ്സിനെ വിളിച്ച് പറഞ്ഞു അവർ ആ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് മരുന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? അല്ലേ? പിന്നെ അവിടെ എന്താണ്? ഫേക്ക് ആണോ അതോ നല്ല ആളുകളാണോ എന്ന് നമ്മ ഉറപ്പ് വരുത്തണം. വിശ്വാസയോഗ്യരായിരിക്കണം നമുക്ക്. നെക്സ്റ്റ് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഇല്ലേ? ഓർത്തോ ഉണ്ട്, കാർഡിയാക് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഇല്ലേ? പീഡിയാട്രിക്സ് ഉണ്ട്, പീഡിയാട്രിഷ്യൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട മെഡിസിൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ ഓരോ ഓരോരുത്തർക്ക് ആവശ്യമായ മരുന്നുകളുടെ എസ്റ്റിമേറ്റ്, ഏകദേശ കണക്ക് നമുക്ക് ഉണ്ടായിരിക്കണം ഈ ഫാർമസിയിൽ. പിന്നെ അടുത്തത് കീപ്പിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം ഈ ഫാർമസിയിൽ? ക്വാളിറ്റി, ആ മരുന്നുകളുടെ നമുക്കിപ്പോ കിട്ടണ മരുന്നുകളുടെ ക്വാളിറ്റി അറിവുണ്ടായിരിക്കണം. പിന്നെ കോസ്റ്റ്, ഓരോ മരുന്നിനും ഇത്ര കോസ്റ്റ് വരും, ഇത്ര പൈസ ചെലവാകും. പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ്, ഒരു മിനിറ്റ് പറയാട്ടോ, എവിടെ നിന്നാണ് ആ മെഡിസിൻസ് നമുക്ക് സപ്ലൈ ചെയ്തത്. പിന്നെ ഡ്രഗ് റിയാക്ഷൻ, ഇപ്പൊ ചില മരുന്ന് കഴിച്ചാൽ ചിലർക്ക് റിയാക്ഷൻസ് ഉണ്ടാവും ഇല്ലേ? ചിലർക്ക് ഇങ്ങനെ തടിച്ചു പൊന്തും, ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ മരുന്നിനും ഓരോ റിയാക്ഷൻസ് ഉണ്ടാവും. അതിന്റെയൊക്കെ ശരിയായ ഒരു ഇൻഫർമേഷൻ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആരോ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് പറയാൻ പറഞ്ഞതാണ് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻ. എന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് എന്താണ്? വ്യത്യസ്തങ്ങളായ മരുന്നുകളായിരിക്കും ആവശ്യം. ഓരോ ഇപ്പൊ കുട്ടികളുടെ ഡോക്ടേഴ്സ് ആവശ്യമായ മരുന്നുകളായിരിക്കില്ല ഓർത്തോയുള്ള ഡോക്ടേഴ്സിന് ആവശ്യം, അവരുടെ മരുന്നുകളായിരിക്കില്ല ഹാർട്ടിന്റെ ഡോക്ടേഴ്സിന് ആവശ്യം. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ മരുന്നുകളായിരിക്കും. അപ്പൊ എല്ലാവർക്കും ആവശ്യമായ മരുന്നുകളുടെ ഏകദേശം ഒരു എസ്റ്റിമേഷൻ ഈ ഫാർമസിയിലെ ആളുകൾക്ക് ഉണ്ടായിരിക്കണം എന്ന്. മനസ്സിലായോ? Yes, ma'am. Yes, madam. ഫിഫ്ത് പറയാലോ? Yes, madam. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യണ മരുന്നുകളുടെ ആയാലും അതല്ല അവിടെ തന്നെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ചെയ്ത മെഡിസിൻസ് ആയാലും എന്താണ്? ക്വാളിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നോട്ട്സ് എല്ലാവരുടെ അടുത്തും ഇല്ലേ? PDF ആയിട്ടില്ലേ? ഇപ്പൊ പറ്റാവുന്നവർ അതിന്റെ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു. അപ്പൊ നിങ്ങൾക്കും സുഖമല്ലേ? പ്രിന്റ് നോക്കി പഠിക്കാനല്ലേ സുഖം എപ്പോഴും.
മൊബൈലിൽ നോക്കി PDF ഇങ്ങനെ വായിക്കണ്ടല്ലോ, കണ്ണിന് സ്ട്രെയിൻ ചെയ്യില്ലേ? PDF തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ലേ? പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല. ആർക്കാണ് അത് കിട്ടാത്തത്? ആർക്കാ? എനിക്ക് കിട്ടിയിട്ടില്ല. ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട് PDF. ചൂസ് ചെയ്. PDF ആദ്യം തന്നല്ലേ? PDF കിട്ടാത്തൊരു ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് മാഡം കിട്ടിയിട്ടില്ല PDF. അതെല്ലാ സബ്ജക്റ്റിന്റെ ഉണ്ടോ? അപ്പൊ അതുവരെ കിട്ടാൻ കിട്ടിയപ്പോ എല്ലാവർക്കും ആ ലിങ്ക് വഴി കിട്ടുമെന്ന് വിചാരിക്കും. കിട്ടാത്തവര് പറയാട്ടാ, ഞാൻ PDF ഒന്നുകൂടെ അയക്കാൻ പറയാം. മാം നെക്സ്റ്റ് എടുത്തോട്ടെ. യെസ് മാം. ഓക്കെ. യെസ് മാം. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ വാർഡ്. എന്താണ്? വാർഡ്സില് രോഗികളെ കിടത്തിയിരിക്കുന്ന വാർഡുകളില് മെഡിസിന് കൊടുക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ, അതൊക്കെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ കിട്ടാവുന്നതല്ലേ? നെക്സ്റ്റ് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്. വാർഡുകളില് രോഗികൾ, വാർഡുകളിൽ കിടക്കുന്ന രോഗികൾക്ക് മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് ഈ ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് ഇപ്പൊ നിങ്ങൾക്ക് ഇതില് ഔട്ട് പേഷ്യന്റും പഠിക്കാനുണ്ട്, ഇൻ പേഷ്യന്റും പഠിക്കാറുണ്ട്. അത് വേറെ സെക്ഷനിലുണ്ട്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമ്മ ഹോസ്പിറ്റലില് കാണാൻ ഡോക്ടർ കാണാനൊക്കെ വരില്ലേ, എന്തെങ്കിലും വയ്യായ്ക വന്നിട്ട് ഡോക്ടർ OP പേഷ്യന്റ്. OP പേഷ്യന്റ് അവരാണ് ഔട്ട് പേഷ്യന്റ്. മറ്റേ ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് അവിടെ അഡ്മിറ്റ് ആക്കിയിരുന്ന ഡോക്ടർ കണ്ട് ചെക്കപ്പിന് ശേഷം അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നവര് പറയുന്നതാണ് ഇൻ പേഷ്യന്റ്, IC. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിന് മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഡ്രഗ് ഇൻഫർമേഷൻ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ലഭിക്കുന്ന മരുന്നുകൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ വേണം ഫാർമസിയില്. മെഡിക്കാമെന്റ്സ് എന്ന് വെച്ചാൽ മെഡിക്കാമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസിനെ തന്നെ പറയണതാണ് മെഡിക്കാമെന്റ്സ്. ഓക്കെ മാം. പിന്നെ സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. മരുന്ന് സെന്റർ ഫോർ മരുന്നുകള് ഉപയോഗിക്കുന്നതിനുള്ള പഠന കേന്ദ്രം ഉണ്ടായിരിക്കണം അതിനെ കുറിച്ച്. പിന്നെ ഇന്നുള്ളൂ കേട്ടോ. ബ്രിങ് ഇൻ പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഓഫ് ദി ഫാർമസി ആൻഡ്. എല്ലാവരും മ്യൂട്ട് ചെയ്തോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. വിദ്യാ വിജയൻ. ഓക്കെ. Bring in practice recommendation of the pharmacy and therapeutic committee. ഫാർമസിയുടെയും ചികിത്സാ സമിതിയുടെയും റെക്കമെൻഡേഷന്റെ പ്രാക്ടീസും പ്രായോഗികമായി കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫാർമസി എന്നുള്ള സെക്ഷനിൽ തന്നെ തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പഠിച്ചാൽ മതിയേ. ഹലോ മാം, ആ പോയിന്റ് ഒരിക്കൽ പറയാവോ? Bring in practice recommendation of pharmacy and therapeutic committee. ഫാർമസിയിലെ
തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെയും റെക്കമെൻഡേഷനും അവരുടെ പ്രാക്ടീസും പ്രായോഗികമായി കൊണ്ടുവരാം, നല്ല രീതിയിലാക്കാൻ. ഇപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നുള്ളതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിൽ തന്നെ നെക്സ്റ്റ് സെക്ഷൻ അതാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പേഷ്യൻസിന് അവിടെയുള്ള പേഷ്യൻസിന് ഈ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, എത്ര അളവിൽ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കാന്ന്. അതൊക്കെ ഈ ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. പിന്നെ കീപ്പിംഗ് ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. മെഡിക്കലും അവിടുത്തെ നേഴ്സും പേഷ്യന്റും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻ, ഒരു ലൈസൺ എന്ന റിലേഷൻ, ഒരു റിലേഷൻ സൂക്ഷിക്കുക. അതായത് അവിടെ ഉള്ള പേഷ്യൻസ് ഏതൊക്കെ മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്, അവരെ എത്രത്തോളം അവർക്ക് എത്ര അളവിൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഈ നേഴ്സിനും കൂടി അറിഞ്ഞിരിക്കണം. അവർ തമ്മിൽ ഒരു ഗുഡ് റിലേഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഇനി ഒരാള് 2 പോയിന്റ് വെച്ചൊന്ന് വായിച്ചേ. റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഹോസ്പിറ്റലിന്റെ ലഭ്യത ഉണ്ടാവണം, മാത്രം പോരാ, റിസീവിങ് ചെയ്യണം, പിന്നെ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ അതിന് ക്വാളിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യണം, പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും, പിന്നെ സപ്ലയേഴ്സ്. അതായത് നമുക്ക് തരുന്ന സപ്ലയേഴ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന സപ്ലൈസ്. പിന്നെ പ്രിസ്ക്രൈബിംഗ് മെഡിസിൻസ്. നമ്മുടെ നമുക്ക് ഏകദേശം എന്തൊക്കെ മെഡിസിൻസ് ആണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് അത് അറിഞ്ഞിരിക്കണം. ഏകദേശം ഒരു രൂപ നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ഒരു മെഡിസിന്റെ ക്വാളിറ്റിയും അതിന് എത്ര വിലയാണെന്നുള്ളതും, അതുപോലെ അതിന്റെ സപ്ലൈ എവിടെ നിന്ന് വരുന്നു, അതുപോലെ തന്നെ ഒരു മെഡിസിനിൽ നിന്നുണ്ടാവുന്ന റിയാക്ഷൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ്. അതായത് ഈ നമ്മള് ഇതൊന്ന് പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യാം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ്. നമുക്ക് അതുപോലെ പേഷ്യൻസിന് മാത്രം ഔട്ട് പേഷ്യൻസിന് മാത്രമല്ല, ചിലപ്പോൾ വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഫാർമസിസ്റ്റിന്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് ടു ദ ഔട്ട് പേഷ്യൻ. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സിന്റെ എല്ലാ ഇൻഫർമേഷനും ഈ ഫാർമസിസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിട്ടുന്ന മെഡിസിൻസ് കിട്ടുന്നതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ആരാണ് അവർക്ക് ആ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്, സോഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് എവിടെ നിന്നാണോ കിട്ടുന്നുള്ളത് ആ സോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡി. അതായത് നമ്മൾ ഡ്രഗ്സിന്റെ ഉപയോഗത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് സെന്റർ ആയിരിക്കാം. അതുപോലെ ബ്രിങ് ഇൻ പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഓഫ് ദ ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതായത് ഫാർമസിയിലും തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലുമുള്ള ആൾക്കാരുടെ പ്രാക്ടീസും റെക്കമെൻഡേഷൻസും ഉണ്ടായിരിക്കണം. അതുപോലെ പേഷ്യന്റ് കൗൺസിലിംഗ്. അതായത് നമുക്ക് എന്തൊക്കെ ഇപ്പൊ ഒരു മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇത്ര നേരം കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന അളവിൽ കഴിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യന്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടാവും ഈ ഫാർമസിസ്റ്റ്. കീപ്പിംഗ് ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. അതായത് മെഡിക്കൽ ഉള്ള ആൾക്കാരിൽ നിന്നും അതുപോലെ നഴ്സിനും പേഷ്യന്റും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഈ ഫാർമസിസ്റ്റ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ക്ലിയർ ആയല്ലോ? ഇൻട്രൊഡക്ഷന് ഫങ്ഷൻസ് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് നോക്കാം.
നോക്കാലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? To make sure that the availability of right medication at the right time in the right dose at the minimum possible cost. എന്താണ് സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവില് ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾക്ക് ഒരുപാട് റേറ്റ് കൂടുതലാണ്. പുറത്തുനിന്ന് കിട്ടുന്നതിലും റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മ ആ ഫാർമസിന്ന് വാങ്ങിക്കോ? ഇല്ല, നമ്മ അവിടെ നിന്ന് എടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റൽ ഫാർമസിയില് മിനിമം പോസിബിൾ കോസ്റ്റിന് എന്താ ശരിയായ സമയത്ത് ശരിയായ അളവില് അതായത് ശരിയായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. പിന്നെ ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണലൈസ് ആയിരിക്കണം. അതായത് അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഹോസ്പിറ്റലിൽ ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിൽ എന്താണ് ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാൽ ടോക്കൺ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ടോക്കൺ എടുക്കുക, ഇല്ലേ? കണ്ടിട്ടുണ്ടത്? അപ്പൊ ആ ടോക്കൺ നമ്പർ വിളിക്കും. അപ്പൊ നമ്മ പോയി എന്ത് ചെയ്യും? ബില്ല് പേ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ നമ്മുടെ മരുന്ന് എടുത്തു വെച്ചിട്ട് നമ്മൾ വിളിച്ച് മരുന്ന് തരാം. അതൊരു ക്രമമായ രീതിയിലാണ്, ഒരു ചിട്ടയായ രീതിയിലാണ്. അതേപോലെ പ്രൊഫഷണൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എന്താക്കാം? ഒരു പ്രൊഫഷണൽ രീതിയിലാക്കാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, to act as a counseling department for medical staff, nurses and for the patient on the use of drugs, possible after effects, toxicity, hostile effect, drug interaction, etc. എന്ന് വെച്ചാല് ഇപ്പൊ ചില മരുന്നുകളല്ല, മരുന്നുകളുടെ യൂസ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകളുടെ ഉപയോഗം, പിന്നെ പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്, അത് കഴിച്ചു കഴിഞ്ഞാലുള്ള സാധ്യമായ അനന്തര ഫലങ്ങൾ. ചില മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാവും. ഇപ്പൊ കിഡ്നിക്ക, ലിവറിന് എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഇഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച്. പിന്നെ ടോക്സിസിറ്റി, അതായത് ചില മരുന്നുകളിൽ എന്തെങ്കിലും കെമിക്കൽസ് കൂടുതൽ, അതിലെന്തെങ്കിലും വിഷാംശം, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നുകളുണ്ട് ചിലത്, ഇല്ലേ? പിന്നെ ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് എന്ന് വെച്ചാൽ ഇപ്പൊ വിപണിയില് ചില മരുന്നുകൾ വിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള മരുന്നുകളുണ്ട് വിപണിയിൽ ഇറക്കാൻ പാടില്ലാത്ത. അതായത് അങ്ങനെയുള്ള മരുന്നുകളെ കുറിച്ച് നമ്മുടെ നഴ്സിനും മെഡിക്കൽ സ്റ്റാഫിന് പിന്നെ പേഷ്യന്റിന് ഒരു കൗൺസിലിംഗ് കൊടുക്കാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യൂസ് ഓഫ് ഡ്രഗ്സ്, പോസിബിൾ നമ്മുടെ മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ച്, പിന്നെ ആഫ്റ്റർ ഇഫക്ട്സ്, ആ മരുന്ന് കഴിച്ചാലുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച്, പിന്നെ എന്തെങ്കിലും വിഷാംശം അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനെ കുറിച്ച്, അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, അതിനെ കുറിച്ച്. അതല്ലെങ്കിൽ ഇപ്പൊ ചില മരുന്നുകൾ എന്താണ് വിപണിയില് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, വിരുദ്ധമായ മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ ഉപയോഗിച്ചിങ്ങാണ്ട് ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളല്ല, അതൊക്കെ വിപണിയിൽ നിർത്തിവെച്ചേക്കണ മരുന്ന്. അതിനെ കുറിച്ചൊക്കെ പേഷ്യന്റിനും മെഡിക്കൽസിനും പിന്നെ നഴ്സിനൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കുക. അതും ഈ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്, ഉദ്ദേശങ്ങളാണ്. മനസ്സിലായോ? ഇനി അടുത്തത് ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ, അതായത് മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു ഉറവിടമായി പ്രവർത്തിക്കണമെന്ന്. മരുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത്, ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ട്. ഓക്കെ? പിന്നെ ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്, നമ്മ പറഞ്ഞില്ലേ
അപ്പൊ മരുന്നൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ എന്തായിരിക്കും, ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും ആ മരുന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള റിസർച്ചുകളുടെ ഒരു ഭാഗമാണ് ഫാർമസി. To bring into practice decision of the pharmacy and therapeutic committee. പിന്നെ ഫാർമസിയുടെ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാർമസി. Next, to coordinate and cooperate to cooperate with other department of the hospital. നമ്മ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏകോപനവും കോപ്പറേഷനും ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ഇതുകൂടിയാണ് ഹോസ്പിറ്റലിലെ ഫാർമസി എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലോ? ഇത്രയും പോയിന്റ് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes, ma'am. ഏതാണ്? To bring into practice decisions. Point. ഫാർമസിയുടെയും പിന്നെ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡിസിഷൻസ്, അവരെടുക്കുന്ന തീരുമാനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞത് ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക്. അതില് അവരുടെ ഈ ഫാർമസിയിലെയും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാർമസി. Okay, ma'am. Okay, ma'am. പിന്നെ അടുത്തത് ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയർ ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദി ഹോസ്പിറ്റൽ. എന്ന് വെച്ചാൽ ഇപ്പൊ ഓരോ ഹോസ്പിറ്റലുകളിൽ നിർമ്മിക്കുമ്പോൾ, ഓരോ ഹോസ്പിറ്റലുകളിൽ തുടങ്ങുമ്പോഴും അവര് ഓരോ സ്ഥാപിത നിയമങ്ങൾ ഉണ്ടാവും, അവർക്ക് ഓരോ പോളിസി ഉണ്ടാവും ഓരോ ഹോസ്പിറ്റലിനും. അതിനൊക്കെ അനുയോജ്യമായ രീതിയിലായിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഡിസൈനിങ്ങും, അതായത് അവരുടെ രൂപകൽപ്പനയും പിന്നെ അവര് ഓർഗനൈസ് ചെയ്യണതും അത് നടപ്പിലാക്കുന്നതൊക്കെ എന്ത് വേണം, ഈ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഉണ്ടോന്നോ ഇല്ലാന്നോ? ലാസ്റ്റ് പറഞ്ഞോട് പറയോ? ഓക്കെ. ഓരോ ഹോസ്പിറ്റലുകൾക്കും ഓരോ സ്ഥാപിത നിയമങ്ങൾ ഉണ്ടാവും. അവര് തുടങ്ങുമ്പോ ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ടാവും. അതിനൊക്കെ അനുസരിച്ചായിരിക്കണം ഈ ഹോസ്പിറ്റൽ ഫാർമസിയിലെ പോളിസീസും കൊണ്ടുവരാനും. അതായത് ഓരോ ഹോസ്പിറ്റൽ ഫാർമസിയിലെ പോളിസീസ് രൂപകൽപ്പന ചെയ്യുന്നതും അത് ഓർഗനൈസ് ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഈ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. മനസ്സിലായോ? Yes, ma'am. മൂന്നാമത്തെ പോയിന്റാ മാം. ലാസ്റ്റത്തെ മൂന്നാമത്തെ 3 പോയിന്റുകൾ ഒന്നുകൂടി പറയോ? To bring into practice decision of the pharmacy and therapeutic committee. ഫാർമസിയുടെയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും തീരുമാനങ്ങള് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാർമസി. തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? അതില് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ പെടുന്നുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി തെറാപ്യൂട്ടിക് കമ്മിറ്റിന്. ഇനി ഈ ഫാർമസിയിൽ തന്നെ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നുണ്ട് അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നതെന്നൊക്കെ ഉള്ളത്. ഹെഡ് ഓഫ് ദി ഫാർമസിയും അങ്ങനെ ഫാർമസിസ്റ്റും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. മെഡിക്കൽ സൂപ്രണ്ട് അങ്ങനെയൊക്കെ, നഴ്സിംഗ് സൂപ്രണ്ട് ഒക്കെ ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് ഉൾപ്പെടുന്നതാണ്. അവരെയൊക്കെ ഡിസിഷൻസ് തീരുമാനങ്ങള് പ്രാക്ടീസ് ചെയ്യാനുള്ള, അതായത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും കൂടിയുള്ള ഒരു സ്ഥലമാണ് ഫാർമസി. ഓക്കെ, മനസ്സിലായോ അത്? Yes, ma'am. ഓക്കെ. അടുത്തത് ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ കോപ്പറേഷനും കോർഡിനേഷനും ഒന്നിച്ചു ഏകോപിപ്പിക്കാനും കൂടി ഉള്ളതാണ് ഫാർമസി. ഇപ്പൊ നമ്മ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന്, അവരെയൊക്കെ ഒന്ന് ഏകോപിപ്പിക്കാനും കൂടി ഉള്ളതാണ് ഫാർമസി. To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospitals. എന്ന് വെച്ചാല് ഹോസ്പിറ്റലില്
സ്ഥാപിത നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ ഫാർമസിയിലെ പോളിസീസ് കൊണ്ടുവരിക. മനസ്സിലായോ? ഈ 3 പോയിന്റ് ആര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? മനസ്സിലായോ അവർക്ക്? മാഡം ലാസ്റ്റത്തെ പോയിന്റ് ഒന്നും കൂടി പറയാമോ? ഓക്കെ. ഹോസ്പിറ്റലിൽ നിർമ്മിക്കുമ്പോ, ഓരോ ഹോസ്പിറ്റലിൽ നിർമ്മിക്കുമ്പോ, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണെങ്കിലും ഓരോ ഹോസ്പിറ്റലിനും വ്യത്യസ്ത നിയമങ്ങളായിരിക്കും അവര് കൊണ്ടുവന്നിട്ടുണ്ടാവുക, സ്ഥാപിത നിയമങ്ങൾ. അപ്പൊ അതിനൊക്കെ അനുസരിച്ചായിരിക്കണം ഫാർമസി പോളിസീസും കൊണ്ടുവരാനായിട്ട്. ഓക്കെ മാം. ഓക്കെ, ഒന്നുകൂടി പറയണോ ഒബ്ജക്റ്റീവ്സ് ആദ്യം മുതല്? Yes, ma'am. Yes, ma'am. Yes, ma'am. Okay. To make sure that the availability of right medication at the right time in the right dose at the minimum possible cost. ഇത് മനസ്സിലാവാത്തതുണ്ടോ? അതായത് നമുക്ക് സാധ്യമായ ഇതില് റേറ്റ് കുറഞ്ഞ രീതിയിൽ, സാധ്യമായ കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യാം, മരുന്നുകൾ എങ്ങനെ എത്തിക്കുക, ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാം. അത് മനസ്സിലായോ? Yes, ma'am. Yes, ma'am. To professionalize the operation of pharmaceutical service in a hospital. അതിലെന്താണ് മനസ്സിലാവാതെ? ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എന്തായാ അടുക്കും ചിട്ട, പ്രൊഫഷണലൈസ് ആയിരിക്കും, ഒരു അടുക്കും ചിട്ടയൊക്കെ ഉള്ളതായിരിക്കാം. അത് മനസ്സിലായില്ലോ? പിന്നെ നെക്സ്റ്റ് വന്നത് ടു ആക്ട് ആസ് എ counseling department for medical staff, nurses and for patient on the use of drugs, possible after effects, toxicity, hostile effect, drug interaction, etc. എന്നുവെച്ചാൽ ഒരു മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച്, അത് ആ മരുന്ന് കഴിച്ചാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ്, അതിലുള്ള കെമിക്കൽസ്, എന്തെങ്കിലും വിഷാംശങ്ങൾ, ഏതെങ്കിലും മരുന്നിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ അതിനെ കുറിച്ച്, പിന്നെ നമ്മുടെ ചില മരുന്നുകള് വിപണിയിൽ ഇറക്കാൻ പാടില്ലാത്തതുണ്ടാവും, അവര് ഉപയോഗിക്കാൻ പറ്റാത്ത മരുന്നുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ മെഡിക്കൽ സ്റ്റാഫിനും നഴ്സിനും പേഷ്യൻസിനും ഒരു കൗൺസിലിംഗ് കൊടുക്കാം. അതും ഈ ഫാർമസി കൊണ്ടുള്ള ഒരു ഉദ്ദേശമാണ്. ഇത് പോയിന്റ് മനസ്സിലായോ? Yes, ma'am. Yes, ma'am. Yes, ma'am. Okay, next എന്താണ്? To act as a source of information on drug utilization. ഡ്രഗ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു സോഴ്സ്, ഒരു ഉറവിടമാണ് ഫാർമസി. ഓക്കെ. To take part in research project. റിസർച്ച് പ്രൊജക്ടിന്റെ ഒരു ഭാഗം കൂടിയാണ് ഫാർമസി. മനസ്സിലായോ? ഗവേഷണ പഠനങ്ങളുടെ ഒക്കെ ഒരു പാർട്ട് കൂടിയാണ് ഫാർമസി. നെക്സ്റ്റ്, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻ ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസിയുടെയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാർമസി. മനസ്സിലായത്? പിന്നെ ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി പ്രവർത്തനങ്ങള് ഏകോപിപ്പിക്കാനും കോപ്പറേറ്റ് ചെയ്യാനും കൂടിയുള്ള ഒരു ഇതാണ് ഫാർമസി. ഇതൊക്കെ ഫാർമസിയുടെ ഉദ്ദേശങ്ങളാണ്. To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital. ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഫാർമസിയിലെ പോളിസീസ് കൊണ്ടുവരാനായിട്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒബ്ജക്റ്റീവ്സില്? ഇല്ലല്ലോ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? എല്ലാരും ഉറങ്ങിയാണോ? ഒരു കാര്യമല്ലോ പറയുന്നതിന്. അർത്ഥം കൂടി എടുക്കാലോ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല്
അവിടുത്തെ ഈ ഫാർമസിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതല്ലെങ്കിൽ ആ ഫാർമസിയില് നിർമ്മിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം, എവിടെയായിരിക്കണം ആ ഫാർമസി പണിയേണ്ടത്, അതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്. ഓക്കെ, ആദ്യത്തേത് ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. എന്തായിരിക്കണം? ഫാർമസി പണിയുമ്പോൾ ഒന്നിൽ ഈ താഴത്തെ നിലയിൽ പണിയാം, അതല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും പണിയേണ്ടത്. അതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? Okay. അടുത്തത് OP pharmacy should have a grand appearance and must have enough space patient who would wait for medicines. എന്താണ്? OP pharmacy ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം, നല്ലൊരു അപ്പിയറൻസിലായിരിക്കണം. ആകെ മൂകത പിടിച്ചിങ്ങനെ ഇരുണ്ടൊക്കെ ഇരിക്കണ ഫാർമസിയിൽ അവിടെ പോയി നമുക്ക് വെയിറ്റ് ചെയ്യാൻ തോന്നോ? കുറച്ചേരം കഴിയുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ, ഒരു ഇരുട്ട് നിറഞ്ഞുകൊണ്ട് ഫാർമസി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇനഫ് സ്പേസ് പേഷ്യന്റിന് ഇരിക്കാനുള്ള മതിയായ സ്ഥലം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പേഷ്യന്റിന് ഇരിക്കാനും വേണം, ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഫാർമസിയിൽ മെഡിസിൻസ് ഒക്കെ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ആകെ മൂകത പിടിച്ച് ആകെ ഒരു ഇടുങ്ങിയൊക്കെ എടുത്തൊക്കെ ഇരിക്കാൻ നമുക്ക് തോന്നോ? അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, OPD's വെയിറ്റിംഗ് റൂം ഷുഡ് ഗിവ് എ പ്രൊഫഷണൽ ലുക്ക്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണ ഫാർമസിയിൽ കൊടുക്കുന്ന വെയിറ്റിംഗ് റൂം എന്തായിരിക്കണം? ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. There should be educative posters on health and hygiene and literature for reading. ഇപ്പൊ നമ്മൾ മിക്ക ഹോസ്പിറ്റലിലും പോയി ഫാർമസിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയേക്കുന്ന പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വായിക്കാനുള്ള കുറെ ലിറ്ററേച്ചർ, കുറെ മാഗസീൻസ് അല്ലെങ്കിൽ ആരോഗ്യ മാസിക, അങ്ങനെയുള്ള മാസികകളൊക്കെ അവിടെ കാണാറില്ലേ? പിന്നെ ഹൈജീൻ ആയിരിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അവിടെ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ. എന്താണ് പ്രൊഫഷണൽ? നമ്മുടെ ഫാർമസിയിൽ ഇരിക്കണ വെയിറ്റിംഗ് ഏരിയ എന്താണ്? പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം, ഗ്രാൻഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം, പിന്നെ മതിയായ ഇനഫ് സ്പേസ്, വെയിറ്റിംഗ് സ്പേസ് വേണം പേഷ്യൻസിന്. പിന്നെ എന്താണ്? There should be educative posters on health and hygiene and literature for reading. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? Next is suitable space must be given for regular manufacturing of stock solution, powders, ointment, etc. The manufacturer room should be near the pharmacy. അതെന്ന് വെച്ചാല് ഇപ്പൊ മാനുഫാക്ചറിന് ആവശ്യമായ സ്റ്റോക്ക് സൊല്യൂഷൻസ്, പൗഡേഴ്സ്, പിന്നെ ഓയിന്റ്മെന്റ്സ്, അതൊക്കെ എന്താണ് സൂക്ഷിക്കാനായിട്ട് ശരിയായ ഒരു സൂട്ടബിൾ സ്പേസ് വേണമെന്ന്, ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട്. The manufacturing room should be near the pharmacy. അപ്പൊ മെഡിസിൻ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് റൂം എവിടെയായിരിക്കണം? ഫാർമസിന് തൊട്ടടുത്തായിരിക്കണം. നെക്സ്റ്റ്, ഓഫീസ് ഓഫ് ദ ചീഫിന്റെ ഓഫീസ് വേണം. പാക്കേജിംഗ് ആൻഡ് ലേബൽ ഏരിയ, അവിടെ എന്താണ് ഈ നിർമ്മിക്കുന്ന അതല്ലെങ്കിൽ കൊണ്ടുവരുന്ന മെഡിസിൻസിന് പാക്കേജ് ചെയ്യാനും ലേബൽ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ, അതായത് ചില മരുന്നുകൾ അതല്ലെങ്കിൽ ഇൻസുലിൻസ് ഒക്കെ എന്ത് ചെയ്യണം? ഫ്രിഡ്ജിലോ അതല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ഒക്കെ വേണ്ടി വരും അവർക്ക്, അതിനൊക്കെ. അപ്പൊ എന്താണ്? ഒരു കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം, റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം, ഒരു ഗവേഷണ വിഭാഗം ഉണ്ടായിരിക്കണം. പിന്നെ ഫാർമസി സ്റ്റോർ റൂം, മെഡിസിൻസ് ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. പിന്നെ ലൈബ്രറി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ 9 പോയിന്റിലെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? മൂന്നാമത്തെ. അപ്പൊ ചില മരുന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യും, അതിനൊക്കെ എന്ത് വേണം? സ്റ്റോക്ക് സൊല്യൂഷൻസും പൗഡേഴ്സ് ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ കൂടാതെ ഓയിന്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു റെഗുലർ സ്പേസ് വേണമെന്ന്. പിന്നെ ഈ മാനുഫാക്ചറിംഗ് റൂം എവിടെയായിരിക്കണം? ഈ ഫാർമസിനോട് അടുത്തായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൂന്നാമത്തെ പോയിന്റ്
No, ma'am. No, ma'am. No, madam. No, ma'am. അടുത്ത പറയാലോ. Yes, ma'am. നെക്സ്റ്റ് Okay. റേഡിയോ Yes, ma'am. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. റേഡിയോ ഐസോട്ടോപ്പ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, അതെങ്ങനെ ഡിസ്പെൻസ് ചെയ്യേണ്ട, അതിന്റെ ഡിസ്പെൻസ് ചെയ്യേണ്ട ഏരിയ എവിടെയായിരിക്കണം, അതിനെ കുറിച്ചാണ് പറയുന്നത്. An unsteady form of a chemical element that releases radiation since it breaks down and becomes more stable. അത് എന്ന് വെച്ചാല് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ബ്രേക്ക് ചെയ്തിട്ട് അതിനെന്ത് വരും, ഒന്നില്ലെങ്കിൽ റേഡിയേഷൻസ് ഉണ്ടാവും, അതല്ലെങ്കിൽ അത് കൂടുതൽ സ്ഥിരതയുള്ള ഒരു മൂലകമായി മാറും. ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മ കീമോ ചെയ്യൂലേ, ക്യാൻസർ പേഷ്യന്റിന് കീമോ, റേഡിയേഷൻസ്, സ്കാനിങ് ഒക്കെ ചെയ്യൂലേ. അതൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചാണ്. അത് ശരിയായ രീതിയിൽ നമ്മ അത് സ്റ്റോറേജ് ചെയ്തില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ആൾക്കാർക്ക് റേഡിയേഷൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മ പറയില്ലേ, ഒരു കീമോ ചെയ്ത ആള് അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ ചെയ്ത ആളുടെ അടുത്ത് കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞുങ്ങളെ വിടരുത്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല എല്ലാവരും? Yes, ma'am. Yes, ma'am. Yes, ma'am. അതെന്തുകൊണ്ടാണ്? അവരിന്ന് നമുക്ക് റേഡിയേഷൻ, ഈ കൊച്ചുങ്ങൾക്ക് അതല്ലെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക് എന്ത് ചെയ്യും, റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ആ ഒരു ഇതാക്കിയാണ് ഇതിൽ ഈ പോയിന്റ് പറഞ്ഞേക്കണേ. ഇൻ മെഡിസിൻ ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ്, അതായത് സ്കാനിങ് അതിനുള്ളതിനൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ സെക്യൂർ ആർ when they are not used. അതായത് ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യാ, സെക്യൂർ ആയിട്ടുള്ള, അതായത് സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് അത് സൂക്ഷിക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ എവിടെയും സൂക്ഷിക്കാം, ഒന്നില്ലെങ്കിൽ ലബോറട്ടറി സൂക്ഷിക്കും, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ, അതല്ലെങ്കിൽ ഫ്രീസറിലൊക്കെയാണ് ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ സൂക്ഷിക്കുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് തുറന്നിടാം, ഈ ലബോറട്ടറി ഫ്രിഡ്ജൊക്കെ തുറന്നു വെക്കാം. അതല്ല അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് സേഫായി ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. If they are stored in a laboratory, the lab must be locked when they are not in use. ഇതെന്താണ്, ലബോറട്ടറിയിലാണ് സൂക്ഷിക്കേണ്ടത്. The lab must be locked when they are not. നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ലാബ് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. If the isotope is stored in a refrigerator or freezer in a lab or hall, ഒരു ഹാൾവേയില് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആണ്, അല്ലെങ്കിൽ ലാബിലെങ്ങാനും ഫ്രിഡ്ജിലോ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ the refrigerator or freezer must be locked. ഫ്രിഡ്ജോ ഫ്രീസറോ നമ്മ എന്ത് ചെയ്യാ, ലോക്ക് ചെയ്ത് ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? 10ാമത്തേല് No, ma'am. 7th പോയിന്റ് റിസർച്ച് വിങ്. ഫാർമസിയിലെ ഒരു ഗവേഷണ വിഭാഗം കൂടി ഉണ്ടായിരിക്കണം. റിസർച്ച് വിങ് 10th ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞുതരോ? ഏതാണ്? 10th റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. റേഡിയോ ഐസോട്ടോപ്പിന്റെ സംഭരണവും വിതരണം ചെയ്യുന്ന പ്രദേശം എങ്ങനെ ഇരിക്കണം, അതാണ് അത് പറഞ്ഞേക്കുന്നത്. An unsteady form of a chemical element that release radiation since it breaks down and becomes more stable. എന്ന് വെച്ചാൽ ഒരു സ്ഥിരതയില്ലാത്ത അൺസ്റ്റഡി ആയ മൂലകത്തിന്റെ കെമിക്കൽ എലമെന്റ് എന്ത് ചെയ്യും, ഒന്നിൽ റേഡിയേഷൻ റിലീസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഒന്ന് ബ്രേക്ക് ചെയ്യും, അതല്ലെങ്കിൽ അത് വിഘടിക്കും, അതല്ലെങ്കിൽ അത് ആ മൂലകത്തിന് സ്ഥിരത കൈവരും. അതാ പറഞ്ഞ, അത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനില്ല. ജസ്റ്റ് ആ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എവിടെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ സെക്യൂർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, അതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, കാർബൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 14 കാർബൺ 16. പക്ഷെ കാർബൺ 14 എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളല്ല. എന്താണത്? റേഡിയോ ആക്റ്റീവ് വികിരണം ചെയ്യുന്നില്ല.
പക്ഷെ കാർബൺ 16 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. ഇത്രേ ഉള്ളൂ. അതായത് ഒരു മൂലകത്തിന് വിഘടിക്കുക. ഇപ്പൊ കാർബൺ വിഘടിച്ചിട്ടാണ് കാർബൺ 14 കാർബൺ 16 ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരു റേഡിയേഷൻ പുറപ്പെടുവിപ്പിക്കും. ആ റേഡിയേഷൻ എന്താണ്? നമ്മുടെ മനുഷ്യന്മാർക്ക് കേടാണ്. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ ഇതില് പറഞ്ഞു തരേണ്ടത്? നോ മാം. ക്ലിയർ ആയോ? എന്തൊക്കെയാ പറഞ്ഞപ്പോ നമ്മൾ ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഫാർമസി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരുപാട് വിഭാഗങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞാല് മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിങ്, പാക്കേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല? ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ക്ലാസ്സിൽ ആദ്യം. ഇല്ല, ആദ്യം കയറിയ ക്ലാസ് കയറിയില്ലായിരുന്നു. നമുക്ക് ഓരോ സെക്ഷൻ കഴിയുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട്. ഒരാള് ബാക്കിയുള്ളവര് മ്യൂട്ട് ചെയ്തു. ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അയാള് ചോദിച്ചു. മാം, ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പോയിന്റ് ആണോ എക്സാമിന് വരിക? അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതെല്ലേ? ഇതതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാവുന്നതല്ലേ ഉള്ളൂ. ഫാർമസിയുടെ ഉദ്ദേശങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കാനല്ലേ ഉള്ളൂ. കോംപ്ലിക്കേഷൻ വരുന്നില്ലേ? പറഞ്ഞു. PDF നോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ പറയാട്ടോ. അത് നമുക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തന്നിട്ടുണ്ട്. മൊഡ്യൂൾ 1 ഇട്ടിട്ടുണ്ട്, മൊഡ്യൂൾ 2 ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ മെയിൽ വഴി നമ്മൾ ഷെയർ ചെയ്താൽ മതി. ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിൽ PDF എടുക്കാനുള്ള ഒരു ആപ്പ് എന്തെങ്കിലും ഉണ്ടാവണം. ഒന്നില്ലെങ്കിൽ സ്കാനറോ അതല്ലെങ്കിൽ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് നമ്മൾ പ്രിന്റ് എടുത്താൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്ത്. ഓക്കെ. ഇന്നത്തെ ഭാഗം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നോ മാം, ക്ലിയർ ആയി. ഓക്കെ മാം, ഈ PDF ഫയൽ നമ്മൾ കോപ്പി എടുത്തതില്ലേ? ഈ കോപ്പി എടുത്തത് നമ്മൾ അടുത്ത ദിവസം ഏത് ചാപ്റ്റർ ആണ് എടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? കാരണം അത് ഫുൾ എടുത്ത് വെച്ചേക്കല്ലേ. തലേദിവസം അതൊന്നും ഇടുവാണെങ്കിൽ ഫുൾ എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു ഉപകാരമായിരുന്നു. അത് മാത്രം എടുത്താൽ മതിയല്ലോ. ഞാൻ പറയാട്ടോ. ഓക്കെ ഓക്കെ മാം, ലെക്ചർ നോട്ട്സ് അല്ലാതെ മാം സെപ്പറേറ്റ് നോട്ട്സ് നമുക്ക് തരുമോ? ഇല്ല, നിങ്ങൾക്ക് ഈ PDF ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി. വേറെ ഒന്നും പുറത്തൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല ഈ PDF. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടേമാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന്റെ നോട്ട്സ് തരാം. അല്ലാണ്ട് സെപ്പറേറ്റ് നോട്ട്സ് ആവശ്യമില്ല. നിങ്ങൾ എഴുതുന്ന ലെക്ചർ നോട്ടോ അതല്ലെങ്കിൽ PDF തന്നെ മതി. പിന്നെ നമ്മള് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഹലോ പറഞ്ഞോളൂ. വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ നമുക്കിത് ലൈവ് ക്ലാസ് ഒന്നും കയറാൻ കഴിയൂലല്ലോ. അപ്പൊ നമ്മളുടെ ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യാം? ഇപ്പൊ ഇങ്ങനെ മെഡിക്കൽ ടേംസ്, മെഡിക്കൽ അങ്ങനെയുള്ള ചില പോയിന്റ്സ് ഉണ്ടാവില്ലേ, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? അത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങളുടെ ഇതില്? ഗ്രൂപ്പ് ഇല്ല എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അത് അവര് പറഞ്ഞത് ക്ലാസ് റൂമില് കേറിയിട്ട് സംശയം ചോദിച്ചാൽ മതി. അപ്പൊ അതിനകത്ത് റിപ്ലൈ തരുന്ന പറഞ്ഞത്. ഏതെങ്കിലും ക്ലാസ്സിന്റെ ടൈമിൽ കയറാൻ പറ്റുന്ന ടൈമില് ചോദിച്ചാൽ മതി കേറിയിട്ട്. ഓക്കെ.
ഓക്കെ അപ്പൊ താങ്ക്സ്. ഇന്നൊന്ന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര എടുത്തിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഫാർമസി. ഞാൻ ആദ്യം പറഞ്ഞു വാഹിദ. ഓക്കെ ഓക്കെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you. Thank you, miss. Thank you, ma'am. ഒന്നുമില്ല.